മോഹൻലാൽ എല്ലാ റെക്കോർഡുകളും തന്റെ കൈപ്പിടിയിലാക്കിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് റീ റിലീസ് ആയിക്കോട്ടെ, പുതിയ ചിത്രമായിക്കോട്ടെ, അത് പാൻ ഇന്ത്യൻ ചിത്രമായിക്കോട്ടെ, ഏത് ചിത്രത്തിലും മോഹൻലാൽ തീർത്ത റെക്കോർഡുകൾ ഭേദിക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടേണ്ടതുണ്ട് മലയാളത്തിലെ മറ്റ് താരങ്ങളെല്ലാം. സകലമാന റെക്കോർഡുകളും തന്റെ കൈപ്പിടിയിലാക്കിയ മോഹൻലാൽ ഇനിയും ഒരു റെക്കോർഡ് തീർക്കണമെങ്കിൽ അവനെ ഇറക്കി വിടണം. ദൃശ്യം 3 എന്ന ആ സംഭവം അത് വന്നാൽ ഷുവർ ഷോട്ട് പല റെക്കോർഡുകളും മോഹൻലാൽ തൂത്തുവാരുമെന്ന് പ്രേക്ഷകർ പോലും ഉറപ്പിച്ചു പറയുന്ന ഒരു സംഭവമാണ്. ദൃശ്യം 3യെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളെ. ഏറ്റവും ആകാംക്ഷ നിറയ്ക്കുന്ന സൂചന തന്നെയാണ്, അതുകൂടാതെ ആശങ്കയും നിറയ്ക്കുന്നത്. കാരണം ബോളിവുഡിലും ദൃശ്യം 3യുടെ പണിപ്പുരയിലാണ് അണിയറ പ്രവർത്തകർ. രണ്ടുപേരും മത്സരിച്ച് ഒരു ദൃശ്യം 3യുടെ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഏതെത്തുമെന്നുള്ള ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരമായിരുന്നു ബോളിവുഡുകാർ ദൃശ്യം 3 വരുന്നതിന് മുമ്പേ അവരുടെ ദൃശ്യം 3യുമായി എത്താൻ പോകുന്നു എന്നത്. എന്നാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ബോളിവുഡുകാർ ക്രെഡിറ്റ് അടിക്കുന്നതിന് മുമ്പേ തന്നെ ദൃശ്യം 3 നമ്മൾ ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അപ്ഡേറ്റ് ഇന്നെത്തിയിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസ് ആണ് ഇതിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. മലയാളത്തിന്റെ ദൃശ്യം 3 അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ അടുത്തിടെ ജിത്തു ജോസഫും തന്നിരുന്നു. സ്ക്രിപ്റ്റിംഗ് നടക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ ആരാധകരും അതിശയപ്പെട്ടു. ദൃശ്യം 3 വരുന്നുണ്ട്, ദ ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ ഒപ്പം കൂടി. ഇന്നിതാ അതിന് കൂടുതൽ ദൃഢത നൽകുന്ന റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് ഒരു ഊഹാപോഹം നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിത് സെപ്റ്റംബറിൽ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള പദ്ധതിയാണ് ദൃശ്യം 3യുടെ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രമായ ദൃശ്യം 3 മോളിവുഡിന്റെ ഒറിജിനൽ സംഭവം. ദൃശ്യം 3 സെപ്റ്റംബർ 2025 തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആശീർവാദ് ഈ സിനിമയുടെ ഗ്രൗണ്ട് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശീർവാദ് ഇതിന്റെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പിക്കാം ബോളിവുഡിനേക്കാൾ ഒരുപടി മുമ്പേ ദൃശ്യം 3 നമ്മൾ കൊണ്ടിറക്കും എന്നതിൽ. എന്നാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ടൈപ്പ് ഉണ്ടോ എന്നതാണ് പലരും ചോദിക്കുന്നത്. റീമേക്കിന്റെ റൈറ്റ്സ് അല്ലേ ബോളിവുഡിന് കൊടുത്തിട്ടുള്ളൂ എന്ന രീതിയിലാണ്. എന്നാൽ പനോരമ സ്റ്റുഡിയോസ് ഇതിന്റെ ഒരു അവകാശം മേടിച്ചിട്ടുണ്ട് എന്നതും കാണാവുന്നതാണ്. അവരാണ് ചില പെർമിഷനുകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നതും നേരത്തെ വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂർ എന്തൊക്കെ ഡീലാണ് ഇവരുമായിട്ട് നടത്തി വെച്ചിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. മോഹൻലാലും ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും എന്തായാലും ദൃശ്യം 3യുമായിട്ട് ഗംഭീരമായ ഒരു മുന്നേറ്റം തന്നെ നടത്തുന്നുണ്ട്. ദൃശ്യം 3യുടെ റൈറ്റ്സുകളൊന്നും ഇതുവരെയും ആർക്കും കൊടുത്തിട്ടുമില്ല. അതൊക്കെ ഒറിജിനൽ ഇവരുടെ കയ്യിൽ തന്നെയാണ്. ഇവർ ഒന്നിക്കുമ്പോൾ ദൃശ്യം 3 എന്ന അവരുടെ ആവനാഴിയിലെ ഏറ്റവും ഭീകരമായ ഒരു ചിത്രം പുറത്തു വരുമ്പോൾ അത് ഏറ്റവും ഗംഭീരമായി തന്നെ കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നതും. ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ദൃശ്യം 3യെ കൊണ്ടുവരാനുള്ള ആഗ്രഹങ്ങളൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടുകളിൽ വന്നതാണ്. സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് തുടങ്ങിയാണെങ്കിൽ തിയേറ്ററിൽ 2026 മാർച്ചിൽ തന്നെ എത്താനുള്ള സാധ്യത പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ട്രാക്കർമാർ. എല്ലാം കറക്റ്റായി നടക്കുകയാണെങ്കിൽ 2026 മാർച്ചിൽ തന്നെ തിയേറ്ററിലേക്ക് ദൃശ്യം 3 എത്തും. ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ അപ്ഡേറ്റുകളാണ്. ഹിന്ദി, തെലുങ്ക്, കൊറിയൻ, ചൈനീസ്, സിംഹള തുടങ്ങിയ ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും ഭാഷകളിലൊക്കെ ഇറങ്ങിയ ദൃശ്യം എന്ന ഫ്രാഞ്ചൈസിയുടെ അവസാന ഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദൃശ്യം 3 നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുകയാണ്. ദൃശ്യം 3 പ്രഖ്യാപിച്ചിട്ട് കുറെ നാളെ. എന്നാൽ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പിന്നീടൊന്നും വരാത്തത് വലിയ ആശങ്കയും ഉണ്ടാക്കിയിരുന്നു. പിന്നീടാണ് ജിത്തു ജോസഫിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഈ ഒരു സാധനം അവർ കണ്ടുപിടിച്ചത്. കോഫി കപ്പിനൊപ്പം തിരക്കഥയുടെ പേപ്പറിന്റെ ചെറിയൊരു ഭാഗവും ഉൾപ്പെടുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് പങ്കുവച്ചത്. പാതി കട്ടായി പോയ തരത്തിലുള്ള പേപ്പറിൽ സീൻ 24 ജോർജ് കുട്ടിയുടെ നെക്സ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതും കാണാം. എന്നാൽ സംവിധായകൻ ഇത് പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് ദൃശ്യം 3യുടെ ചർച്ചകൾ വീണ്ടും സജീവമായത്. പുള്ളി ഇത് മനസ്സിലാക്കാതെ പോസ്റ്റ് ചെയ്തെങ്കിലും പ്രേക്ഷകർ ഇത് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നീട് വലിയ രീതിയിലുള്ള ചർച്ചയുമായി. നേരത്തെ ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പിന്റെ ഷൂട്ടിംഗ് ആദ്യം തുടങ്ങുമെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പിങ്കുവില്ല അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത വർഷം ഹിന്ദി പതിപ്പ് ഷൂട്ട് ചെയ്യാനുള്ള പദ്ധതിയിലാണ് ബോളിവുഡ് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ അവർ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ദൃശ്യം 3 സംഭവിക്കുകയാണ്. അതിനുള്ള വർക്കുകൾ ബാക്ക്ഗ്രൗണ്ടിൽ തുടങ്ങിക്കഴിഞ്ഞു ആശീർവാദ് സിനിമാസ്. ഈ സെപ്റ്റംബറിൽ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദൃശ്യം 3 ഉറപ്പായും വരും. അണിയറയിൽ സിനിമ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഏറെക്കുറെ റെഡിയാണ്, ഫൈനൽ ആയിട്ടില്ല. ജിത്തു ആണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. എന്തായാലും ദൃശ്യം 3 വരും. ഒരുപാട് പേർ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് എന്നായിരുന്നു മൂന്നാം ഭാഗത്തെക്കുറിച്ച് നേരത്തെ മോഹൻലാൽ തന്നെ പറഞ്ഞത്. അതിനുശേഷമാണ് നമ്മുടെ മുന്നിലേക്ക് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഇതുപോലൊരു അപ്ഡേറ്റ് എത്തുന്നതും.